Bustan Ulum Arabic College Union Department of Fiqh and Usul Fiqh സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജെൻഡെക്സിസ് ഇസ്ലാം ഈസ് അവർ പ്രൈഡ് എക്സിറ്റ് ഫ്രം ജെൻഡർ കൺഫ്യൂഷൻ എന്ന ശീർഷകത്തിൽ നടക്കുന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മുടെ പാനലിസ്റ്റുകളായി നമ്മുടെ കൂടെയുള്ളത് കുല്യ ഫുസൂലുദ്ദീൻ ടി ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ റഷീദ് ഏലംകുളം, ദാറുദയിലെ കുല്യ ഷെരീഫ ഡി ജാഫറുദ്ദീൻ കൊളത്തൂർ, കേരള ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഫയാസ് അഹമ്മദ് എന്നിവരാണ് നമ്മുടെ കൂടെ ഉള്ളത്. വിഷയത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ പാനലിസ്റ്റുകൾ വിഷയം ലീഡ് ചെയ്യും. വിദ്യാർത്ഥികളുമായി ഇൻട്രാക്ഷൻ സെഷനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളെ പാനലിസ്റ്റുകൾ അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു ആമുഖ ഭാഷണത്തിന് ശേഷം വിദ്യാർത്ഥികൾ അതിന് സജ്ജരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലവിൽ 1950കൾക്ക് ശേഷമാണ് സെക്ഷൽ റവല്യൂഷനിലൂടെ, ലൈംഗിക വിപ്ലവത്തിലൂടെ ഒരു ലിബറൽ അജണ്ട ലോകമെങ്ങും വ്യാപിക്കുന്നത്. തൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെയും ലൈംഗിക ഐഡന്റിറ്റി രൂപപ്പെടുത്താം, താൻ ജനിച്ച ലിംഗത്തിനോ അവയവങ്ങൾക്കോ ബയോളജിക്കോ യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് തൻ്റെ തോന്നൽ എന്താണ്, തനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു, ഞാൻ എന്ത് ആവണമെന്ന് ഞാൻ തീരുമാനിക്കാം, എനിക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ട്. അത് അവകാശങ്ങൾ, എൻ്റെ അവകാശങ്ങൾ അനുവദിച്ചു തരാത്ത പക്ഷം നിങ്ങളെല്ലാവരും എന്നെ പരിഗണിക്കുന്നു പോലുമില്ല, എന്നെ മനുഷ്യനായിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന സെക്ഷൽ ഐഡന്റിറ്റി നമ്മളെ അവനവനെ തന്നെ നിർണ്ണയിക്കുന്നത് അവൻ്റെ സെക്ഷൽ ഐഡന്റിറ്റിയാണ്, ജെൻഡർ ഐഡന്റിറ്റിയാന്ന് പറയുന്ന ജെൻഡർ ആക്ടിവിസങ്ങൾ. അതിനുശേഷമാണ് ലോകത്താകമാനം വരുന്നത്. ഇവിടെ ഫിഖ് ആൻഡ് ഉസൂൽ ഫിഖ് ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി നടത്തുന്നതാണല്ലോ. ഇതിൽ നമ്മളൊരു പുറത്തുള്ള, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലോ ഈ ചർച്ചകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. നിലവിൽ കേരള സർക്കാർ പാഠപദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്, ലിബറൽ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും വളരെ വ്യാപകമായി ജെൻഡർ നോർമാറ്റിവിറ്റിയുള്ള, പൂർണ്ണമായും ലിബറൽ നയങ്ങൾ അനുസരിക്കുന്ന വെസ്റ്റേൺ കൺട്രീസ്, പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം ജീവിക്കുന്ന ഒരു മുസ്ലിം അനുഭവിക്കുന്ന ഒരു സംഘർഷാവസ്ഥയുണ്ട്. അവിടെ ഒരാൾ ഒരു ഇമാമിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ മുസ്ലിം ഉസ്താദിൻ്റെ അടുത്ത് പോയി, ഞാനൊരു ഗേയാണ്, ഞാനൊരു ഗേ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മറുപടിയായി ഗേ ആവൽ അല്ലെങ്കിൽ സെയിം സെക്സ് അട്രാക്ഷൻ, സ്വവർഗ അനുരാഗം ഉണ്ടാവലൊരു ഇസ്ലാമികമായി തെറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി മതിയാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവര് കാരണം ഇസ്ലാമിൻ്റെയും ലിബറൽ അജണ്ടയുടെയും പാരഡൈമുകൾ വ്യത്യസ്തമായ രീതിയിലാണ് രണ്ടു ആശയങ്ങളും സംവദിക്കുന്നത്. ഇസ്ലാം പറയുന്ന അല്ലെങ്കിൽ മതങ്ങൾ പറയുന്ന വിഷയങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് താൻ എന്താണോ ധരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. തൻ്റെ സെൽഫിനെ മോഡേൺ സെൽഫ് എന്ന കാറ്റഗറി അവിടെ സ്വീകരിക്കും എന്ന് പറയുന്ന രീതിയാണ് ലോകത്താകമാനം പുറത്തെല്ലാം ഉള്ളത്. കൂടുതൽ ഈ ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സയൻസ്, ഫിലോസഫി, ഐഡിയോളജിയുമായ ഡിസ്കഷനിലേക്ക് റഷീദ് ഉസ്താദിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد. പ്രിയമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണ് കൂടിയിട്ടുള്ളത്.
നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന LGBT ഷോർട്ട് ഫോമുകൾ, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, ചോയ്സ്, അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിൽ നമ്മളുടെ ഇൻവോൾവ്മെന്റ് എന്താവണം? നമ്മുടെ നിലപാടുകൾ ഏതടിസ്ഥാനത്തിൽ രൂപപ്പെടണം? അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്നുകൂടെ നമ്മൾ ഗൃഹപാഠം ചെയ്യേണ്ടതുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊരു സെമിനാർ എന്നതിലുപരി ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് ഈ രീതിയിൽ എല്ലാവരും എടുക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് കൊണോട്ടേഷൻ ആണല്ലോ. എന്താണ് മനുഷ്യാവകാശം? നമുക്ക് ഒരാളോട് പറയാൻ പറ്റും എന്താണ് മനുഷ്യാവകാശം. പക്ഷെ അത് അതിൻ്റെ എല്ലാ പരിധികളും ഭേദിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന് കീഴിൽ എല്ലാവിധ തോന്നിവാസങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട്. ഈ കാലഘട്ടം മാറുക എന്നുള്ളത് അതങ്ങനെ ജൈവികമായി സംഭവിച്ചോന്നല്ല, അത് മാറ്റിയെടുത്തതാണ്. അത് മാറ്റിയെടുത്തത് യൂറോപ്പിൽ നിന്നും വന്ന ചില ഫിലോസഫി ബേസ്ഡ് ആയിട്ടുള്ള പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അതങ്ങനെ മാറ്റിയെടുത്തത്. ലോകം ഇങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ചെയ്യും. പക്ഷെ ലോകം ഇങ്ങനെ ആയിപ്പോയതല്ല, അങ്ങനെ ആക്കിയതാണ്. പ്രത്യേക പ്ലാനുകളിലൂടെ, പ്രത്യേക അജണ്ടകളിലൂടെ, ചില മൂവ്മെന്റുകളിലൂടെ നമുക്ക് ചുറ്റും ചില സിലബസുകൾ വിതരണം ചെയ്യും, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും, നിയമവ്യവഹാരങ്ങൾ നടത്തിയുമൊക്കെ ചില ബോധങ്ങൾ ആളുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ബോധങ്ങളുടെ ഒരു പ്രശ്നം അത് നെഗോഷ്യബിൾ അല്ല. ഇപ്പൊ സുംബ ഡാൻസിന്റെ വിവാദം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് വിമർശനവും സഹിഷ്ണുതയൊക്കെയാണെന്നാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്. ഇതിൽ വിമർശിച്ച ആളുകളോട് അവരെന്ത് പറയും? നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ അസഹിഷ്ണുക്കളാണെന്നാണ് പറയുന്നത്. ഈ ഒരു പാറ്റേണിലൂടെയാണ് ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ വികസിച്ചത്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കേണ്ടത് ഇത് നമ്മളെന്ന് ബാധിക്കുന്ന പ്രശ്നമല്ല. കുറച്ചേരം ക്ലാസ് ഒക്കെ കേൾക്കാം, ക്ലാസ് രസമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രസമുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ബോറിംഗ് എന്ന് പറഞ്ഞ് എണീറ്റ് പോവാം എന്ന മനോഭാവത്തിലാവരുത് എന്നാണ് എനിക്ക് ആമുഖമായി പറയുന്നത്. നിങ്ങളിൽ ഭൂരിഭാഗവും റിജാലാണ്. എല്ലാവരും സ്വന്തമായി ഒരു കബറിലേക്ക്, അവനവൻ്റെ കബറിലേക്ക് പോകാനുള്ളവരാണ്. എല്ലാവരോടും പടച്ചവൻ ചോദിക്കും, ഈ കെട്ട കാലത്ത് നീ എന്ത് ചെയ്തു? സൗജന്യ വിദ്യാഭ്യാസം കിട്ടിയിട്ട് നീ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കും. നിങ്ങളൊക്കെ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇത് എന്നെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതി ദയവ് ചെയ്ത് ആരോട് ഇരിക്കരുത്. പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടെ പഠിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇവിടെ ഇരിക്കണം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു താൽക്കാലിക പ്രതിഭാസത്തെ കുറിച്ചല്ല. മോഡേൺ സെൽഫ് എന്ന് ഹക്കീം സാർ പറഞ്ഞല്ലോ, ലുക്മാൻ സാർ പറഞ്ഞല്ലോ, മോഡേൺ സെൽഫ്, ആധുനിക സ്വത്വം, അതിനെ രൂപപ്പെടുത്തിയ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മോഡേൺ സ്വത്വം, ആധുനിക സ്വത്വം എന്ന് പറഞ്ഞെന്താ? ആധുനിക സ്വത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാന സ്വഭാവം അത് ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിന്നും മാറ്റുകയും മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രീ മോഡേൺ യുഗങ്ങളിലെ പ്രത്യേകത അത് ദൈവികമായിരുന്നു. ദൈവികം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞത് ഒരു എല്ലാവർക്കുമുള്ള ഒരു സെന്റർ പോയിന്റ് ആയിരുന്നു. അത് ഏത് മതക്കാർക്കാണെങ്കിലും ലോകത്ത് ദൈവം, അത് മുസ്ലിങ്ങൾക്ക് റബ്ബുൽ-ആലമീനായ തമ്പുരാനാവാം, മറ്റുള്ളവർക്ക് അവരുടേതാവാം, എന്തു തന്നെ ആയാലും എല്ലാത്തിനും മേലെ ഒരു സേക്രഡ് കനോപ്പി എന്നൊക്കെ പീറ്റർ ബർഗറിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ വിശ്വസിപ്പിച്ച പോലെ ദൈവം എല്ലാത്തിനും മുകളിലായിരുന്നു. മനുഷ്യൻ ഒരു പ്രത്യേകതരം എത്തിക്സിനനുസരിച്ച് നീങ്ങണം എന്നൊക്കെ വിശ്വസിച്ച ആളുകളായിരുന്നു ആധുനികതയ്ക്ക് മുമ്പ് ജീവിച്ചത്. പക്ഷെ ആധുനികത വന്നതോടുകൂടി ഫ്രിഡ്രിഷ് നീച്ചെ പോലുള്ള ആളുകൾ, അതുപോലെ മാർക്സ്, കാൾ മാർക്സിനെ പോലെ, ഡാർവിനെ പോലെ, ഫൂക്കോയെ പോലുള്ള ആളുകളൊക്കെ മനുഷ്യൻ എന്താവണം എന്നുള്ളത് നിർവചിച്ചു. അതായത് മനുഷ്യന് അവനെ തന്നെ നിർണ്ണയിക്കാനുള്ള ശേഷിയുണ്ട്.
ദൈവം പറഞ്ഞതിനനുസരിച്ച് പോകേണ്ട ആവശ്യമില്ല, അവൻ അവനെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് സ്വന്തമായി ഷേപ്പ് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കേന്ദ്രസ്ഥാനത്ത് നിന്ന് ദൈവത്തെ മാറ്റുകയും അവിടെ മനുഷ്യനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മനുഷ്യനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് മാത്രമല്ല, മനുഷ്യന്റെ മോഹങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. മോഹം എന്ന് പറഞ്ഞാൽ പണം, പിന്നെ ആർത്തി, സ്ഥാനമോഹം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവിടെ അത് പുരോഗമനമാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ആളുകൾ അതിന്റെ പിന്നാലെ ഓടി. അപ്പൊ ഇസ്ലാമിൽ ഈ ആസ്വാദനങ്ങളും പിന്നെ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിലെ അതിന്റെ അടിസ്ഥാന സ്വഭാവം എന്താ വെച്ചാൽ അൽ-ലദ്ദാത്തു തഖ്ദിമുൽ മസാലിഹ് എന്നാണ്. അൽ-ലദ്ദാത്തു തഖ്ദിമുൽ മസാലിഹ്. നേരെ തിരിച്ചല്ല. ചില മസ്ലഹത്തുകൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു രസങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് ലോകത്ത്. പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ 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 അൽ-ലദ്ദാത്തു തഖ്ദിമുൽ മസാലിഹ്. അള്ളാഹു എല്ലാ രസങ്ങളെയും നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് മനുഷ്യന്റെ സാമൂഹികവും പിന്നെ വ്യക്തിപരവുമായ ചില മസ്ലഹത്തുകളെ പരിഗണിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് രുചി അള്ളാഹു നാവിൽ നിക്ഷേപിച്ചത് എന്തിനാണ്? ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊറോട്ടയ്ക്ക് എത്ര തവണ ചവക്കും അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നതന്നെയല്ല. കാരണം ആ രുചി നമ്മൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷമാണെങ്കിലും ലൈംഗികതയുടെ സന്തോഷമാണെങ്കിലും മറ്റു ജീവിത സുഖങ്ങളുടെ സന്തോഷമാണെങ്കിലൊക്കെ ഈ രസങ്ങളെയൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ചില മസാലിഹുകളെ തിരുമത്തി ചെയ്യാൻ വേണ്ടി, ചില മസാലിഹുകൾ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ തിരിച്ചല്ല. നേരെ തിരിച്ചല്ല എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. സന്തോഷം നിലനിൽക്കുന്നതിലൂടെ ലൈംഗികമായ ആനന്ദം അള്ളാഹു നിക്ഷേപിച്ചത് എന്തിനാ? അതിലൂടെ ഇണകൾ പിന്നെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമാണ്. അങ്ങനെ എല്ലാ നിലക്കും ഇതിനെ മറച്ചിടുകയാണ് സെക്യുലർ മോഡേൺ യൂറോപ്യൻ വേൾഡ് വ്യൂ ചെയ്തത്. മനുഷ്യൻ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇവിടെ ഈ നിമിഷത്തെ ഏറ്റവും വലിയ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. മറ്റു സാർവലൗകികമായ മൂല്യങ്ങൾക്കൊന്നും വേണ്ടി മനുഷ്യർ പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു വേൾഡ് വ്യൂ ആണ് അവർ മുന്നോട്ട് വെച്ചത്. അതിനെ കാൾ ട്രൂമാനെ പോലുള്ള ആളുകൾ ദ റൈസ് ആൻഡ് ട്രയംഫ് ഓഫ് മോഡേൺ സെൽഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാൾ ട്രൂമാനൊക്കെ അതിനെ വിളിക്കുന്നത് പ്ലാസ്റ്റിക് ഹ്യൂമൻ ബീയിങ് എന്നാണ്. പ്ലാസ്റ്റിക് ഹ്യൂമൻ ബീയിങ്, പ്ലാസ്റ്റിക് മനുഷ്യൻ. പ്ലാസ്റ്റിക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയതമായ ഒരു റൂളും അംഗീകരിക്കാൻ ബാധ്യതയില്ലാത്ത, സ്വന്തമായി തന്നെ എപ്പോഴും നിർവചിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എക്സ്പെക്ടേഷൻ എന്ന് പറയും. പല കാര്യങ്ങളും അങ്ങനെ ആവണം എന്നാലേ പുരോഗമനമാവുള്ളൂ, ഇങ്ങനെ ആവണം എന്നാലേ പുരോഗമനമാവുള്ളൂ എന്ന തരത്തിലുള്ള സമൂഹം അതത് കാലങ്ങളിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാറാവുന്ന ഒരു അസ്തിത്വമായിട്ടാണ് മനുഷ്യനെ പുനർനിർവചിച്ചത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷത്തിന് അവർ മറ്റൊരു നിർവചനം കൊടുത്തു. സന്തോഷം മനുഷ്യന് അപ്പപ്പോ ഉള്ള സന്തോഷങ്ങളാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയാണ് ലൈംഗികതയൊക്കെ കേന്ദ്രസ്ഥാനത്ത് വരുന്നത്, ലിംഗഭേദങ്ങൾ കേന്ദ്രസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ മനുഷ്യൻ സെക്സ് ഏർപ്പെടുന്നത് എന്തിനാണ്? അത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൽ അത് ആനന്ദത്തിന് വേണ്ടിയിട്ടല്ല. ആനന്ദം അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ അത് മീൻസ് ഒരു വഴി മാത്രമാണ്. മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ആനന്ദം മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഞാനത് ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതല്ല, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ LGBT എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നത്. യൂറോപ്പിലെ സെക്ഷൽ റവല്യൂഷനുമായിട്ട് അതിന് കൃത്യമായ ബന്ധമുണ്ട്. സെക്ഷൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലൈംഗികതയെ ആഘോഷിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ നീഷെ വഴിയും ഫൂക്കോ വഴിയും അതുപോലെ ഒക്കെ വന്നത് കാണാം. ഇപ്പൊ മാർക്സിസ്റ്റുകളൊക്കെ പറയാറ് കുടുംബങ്ങൾ ഇല്ലാതാവണം എന്നാലേ പെണ്ണുങ്ങൾ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്നാണ്. കുടുംബബന്ധം എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം, ഒരു തടവറ, അതൊന്നും ഒഴിവാകണം എന്നാലേ സ്ത്രീകളൊക്കെ വിമോചിതരാവുള്ളൂ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ചിന്തകർ ഇപ്പോഴും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുടുംബം മനുഷ്യർക്ക് എന്താണ്? ഒരു വലിയൊരു തടസ്സമാണ്. ലൈംഗികത മൃഗങ്ങളെ പോലെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. സെക്ഷൽ റവല്യൂഷൻ എന്ന വാക്ക് നാം വീണ്ടും ഉപയോഗിക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് വന്ന ലൈംഗിക വിപ്ലവം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് LGBT മൂവ്മെന്റ് ഒക്കെ അങ്ങനെ ഉയർന്നു വരുന്നത്. അത് സ്വാഭാവികമായി ഉണ്ടായി വന്നതല്ല. അത് നിഷ്കളങ്കമായ ഒരു മനുഷ്യാവകാശ പ്രശ്നവുമല്ല. അത് ഉണ്ടാക്കിയെടുത്ത ഒരു ബോധമാണ് മനുഷ്യൻ. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തത് നമ്മൾ വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ LGBTQ എന്നൊക്കെ പറയുമ്പോൾ ഓരോ സെക്ടറും ഒരുപാട് വിശദീകരണത്തിന് അർഹമാണ്. അതേസമയം അതിന്റെ ഏറ്റവും ചുരുങ്ങിയ വശങ്ങളിലേക്ക് നമ്മൾ പോയാൽ, നമ്മളിപ്പോ ഗേ എന്ന് പറഞ്ഞാൽ എന്താ? ഗേ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷൽ, അത്ര നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ആണുങ്ങളോട് താല്പര്യമുള്ള ആണുങ്ങൾ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളോട് താല്പര്യമുള്ള പെണ്ണുങ്ങൾ. അങ്ങനെയല്ല. ഗേ എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് പറയാണ്
എനിക്ക് ആണുങ്ങളോട് താല്പര്യമുണ്ട് എന്നൊരാൺ വന്ന് പറയുകയാണെങ്കിൽ അയാൾ ഒരു ഗേ ആവണമെന്നില്ല. അയാളുടെ ലൈംഗിക താല്പര്യങ്ങളുടെ പല സ്പെക്ട്രങ്ങളിൽ ഒന്ന് ആക്റ്റീവായി എന്നതിൽ പറയാൻ കഴിയുള്ളൂ. ഒരാൾ ഗേ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ ലൈംഗികതയാണ് എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ സ്വത്വത്തെ നിർണയിക്കുന്നത് എന്ന് വാദിക്കുമ്പോഴാണ്. എന്നെ ഞാനാക്കുന്നത് എൻ്റെ ലൈംഗികതയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അയാളുടെ ഐഡന്റിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയായിട്ട് ആകുമ്പോഴേ അയാൾ ഗേ ആവുള്ളൂ. അപ്പം ഗേ എന്നുള്ള വാക്ക് പോലും ശരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് യൂറോപ്യൻ നെഗറ്റീവാണ്. ലെസ്ബിയൻ എന്ന വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് യൂറോപ്യൻ നെഗറ്റീവാണ്. കുറച്ചുകൂടി മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഇമാമൊക്കെ നോക്കും, ഞാൻ ഇമാമാണ്, പക്ഷെ ഞാനൊരു കള്ളുകുടിയനായ മുസ്ലിമാണ്. ഞാൻ കള്ളു കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളോട് പറയാം, മോനെ കള്ളു കുടിക്കൽ ഹറാമാണ്, നീ നിന്റെ പടച്ചവനുമായി അത് ഒഴിവാക്കലാണ് മോനെ നല്ലത്, ഇനി മുതൽ കുടിക്കരുത് എന്ന് നമുക്ക് പറയാം. ഞാൻ കള്ളു കുടിക്കാറുണ്ട്, മൗഫറത്ത് ചോദിച്ചോ, ഇസ്തിഗ്ഫാർ കഴിഞ്ഞ് കള്ളു കുടിക്കരുത്. അങ്ങനെയല്ല, ഞാനൊരു കള്ളുകുടിയനായ മുസ്ലിമാണ്. എന്നെ ഞാനാക്കുന്നത് കള്ളു കുടിക്കാനുള്ള എൻ്റെ ത്വരയാണ്. അത് എൻ്റെ ഐഡന്റിറ്റിയെ ബിൽഡ് ചെയ്യുന്നു. എൻ്റെ ഐഡന്റിറ്റി ഈസ് സെന്റേഡ് അപ്പോൺ ദിസ് ക്വസ്റ്റ്. അപ്പോൾ അയാൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇസ്ലാമിലെ ഐഡന്റിറ്റി ഫോർമേഷനിൽ കള്ളുകുടി എന്തല്ല, ഒരു എലമെന്റ് അല്ല. കള്ളുകുടി അതിനെ നിർണ്ണയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നതുപോലെയാണ് ഒരാൾ എന്ന് പറയുന്നത് ഞാനൊരു ഗേ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഹോമോസെക്ഷുവാലിറ്റി എൻ്റെ ഐഡന്റിറ്റിയെ നിർണ്ണയിക്കുന്നു. അപ്പൊ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളായിട്ട് തന്നെ എനിക്ക് ഇസ്ലാമിൽ നിൽക്കണം, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. എനിക്ക് ആണുങ്ങളോട് താല്പര്യം തോന്നുന്നുള്ളത് തെറ്റല്ല. ആ താല്പര്യത്തെ കൺട്രോൾ ചെയ്യലാണ് ഒരു വിശ്വാസത്തിന്റെ ആകത്തുക. അല്ലെ, ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യലാണല്ലോ ഇസ്ലാമിക ജീവിതത്തിന്റെ ആകത്തുക. മനുഷ്യന്മാർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഐഡന്റിറ്റി ബേസ്ഡ് ആണ് ഈ പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് സെക്ഷുവാലിറ്റി ഈസ് വാട്ട് സംബഡി ഡസ്, നോട്ട് വാട്ട് സംബഡി ഈസ് എന്നാണ് നമ്മുടെ അടിസ്ഥാന വേൾഡ് വ്യൂ, നമ്മുടെ ഒരു ലോകവീക്ഷണത. ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് ഒരാൾ ചെയ്യുന്നതാണ്, അല്ലാതെ ഒരാളാവുന്നതല്ല. ഒരാളെ അയാളാക്കുന്നത് ലൈംഗികതയല്ല. അയാളെന്തോ മറ്റൊരു അസ്തിത്വമാണ്, പക്ഷെ ലൈംഗികത അയാൾ ഏർപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മൾ പറയാം. ഇത് ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നും. പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് വരുന്ന ഡിസ്കഷനിലൂടെ മനസ്സിലാവും. നേരെ ഓപ്പോസിറ്റ് ഒരു വാദം ഉണ്ട്. ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറയുന്ന ജെൻഡർ തിയറിസ്റ്റിന്റെ. ജൂഡിത്ത് ബട്ട്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പിന്നെ സോഷ്യോളജിയും അതുപോലെ ലിറ്ററേച്ചറും അതുപോലെ ഫെമിനിസ്റ്റ് തിയറിയും ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് സുപരിചിതയായ ഒരു സ്ത്രീയാണ്. അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന് മാത്രമല്ല, ഒരാളുടെ ജെൻഡറിനെ മനുഷ്യന്മാർ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. ഒരാൾ ആണായിട്ട് ജനിക്കുന്നില്ല, ഒരാൾ പെണ്ണായിട്ടും ജനിക്കുന്നില്ല. പെണ്ണിന് മെൻസസ് ഉണ്ടാവും, ആണുങ്ങൾക്ക് മറ്റു ശാരീരിക പ്രത്യേകതകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതൊക്കെ ശരി, ബയോളജി ഒക്കെ ശരി. പക്ഷെ പെണ്ണിന് മെൻസ്ട്രുവേഷനും പ്രഗ്നൻസിയും ലാക്ടേഷനും ജസ്റ്റേഷനും മുലകുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എഴുതിയിട്ട് അവൾ പെണ്ണാവണമെന്നില്ല. പെണ്ണിനെ സമൂഹം പെണ്ണാവാൻ നിർബന്ധിച്ച് പെർഫോം ചെയ്യിപ്പിച്ച്, പെർഫോമാറ്റിവിറ്റി എന്നാണ് അവരുടെ തിയറിയുടെ ഒരു അടിസ്ഥാനം. ആ വാക്ക് പെർഫോം ചെയ്ത് സാമൂഹിക ചട്ടങ്ങൾക്കനുസരിച്ച് ഒരു പെണ്ണായി തീരുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർ പറയുന്നത് ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്തല്ല, അതൊരാളുടെ ഐഡന്റിറ്റി അല്ല, മറിച്ച് അത് അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാനാണായത് എൻ്റെ ഐഡന്റിറ്റി അല്ല. എന്നെ ഞാനായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ പാടില്ല, എന്നെ ആണായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ പാടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആണാവുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യമാണെന്നാണ് പറയുന്നത്, ഞാൻ ആയിത്തീർന്ന കാര്യമല്ല. കുറച്ചുകൂടി വിശദീകരിക്കണം. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പൊ ആണായി എന്നുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് ആണല്ലാത്ത കാര്യം ചെയ്യാം. ഇതൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആണല്ലാത്തതുമാകാലോ. ഉദാഹരണം പറയാൻ, എനിക്ക് പെൺവേഷം കെട്ടാം, ഞാൻ പെണ്ണായി. അങ്ങനെയാണ് അവരുടെ വാദം. കുറച്ചുകൂടി തിയററ്റിക്കലായിട്ട് അത് വിശദീകരിക്കുന്നത്. അപ്പോ ഇനി ജെൻഡർ എന്ന വാക്കും സെക്സ് എന്ന വാക്കും നമുക്കൊന്ന് നിർണ്ണയിക്കാനുണ്ട്, എന്നാലേ ഈ ചർച്ചയ്ക്ക് ഒരു ഇത് കിട്ടും. ജെൻഡറും സെക്സും ഉള്ള വ്യത്യാസം അറിയുന്നവരെന്ന് കൈവക്കോ? ആരുമില്ലേ? നമ്മൾ ആദ്യം അവിടുന്ന് തുടങ്ങണം. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ്. നമ്മളാക്കുന്ന ഒരു അവയവം നമുക്കുണ്ട്. നമ്മളെ ആണോ പെണ്ണോ ആണെന്ന് തീരുമാനിക്കുന്ന ഒരു അവയവം നമുക്കുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആരായി മാറിയത്? ആണായി മാറിയത്.
സ്ത്രീകളെ സ്ത്രീകളാക്കുന്ന അവയവങ്ങളുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരെന്തായത്, സ്ത്രീയായത്. ഇതിനാണ് സെക്സ് എന്ന് പറയുന്നത്. ഇതിനാണ് ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വാദം. നമുക്ക് ജെൻഡറും സെക്സും ഒക്കെ ഒന്നാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് സമൂഹം കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണെന്നാണ് വാദം. അവയവം എന്തുമാവട്ടെ, ഒരാൾ ആണാണോ ഒരാൾ പെണ്ണാണോ എന്നുള്ളത് അത് സമൂഹത്തിന്റെ നോം അനുസരിച്ച് ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാം. ഒരാൾക്ക് വേണമെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് സ്വയം തീരുമാനിക്കാം. ആണാണോ പെണ്ണാണോ ഒരാളുടെ ചോയ്സിന്റെയും ഫ്രീഡത്തിന്റെയും ഭാഗമാണ് എന്നാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന തിയറി. അപ്പൊ ആ തിയറി പ്രകാരം എന്താണ്, ഒരാൾക്ക് ആണാണോ പെണ്ണാണോ എന്നുള്ളത് അയാളുടെ ചോയ്സാണ്. ഇപ്പൊ എനിക്ക് പെണ്ണാവാം, എന്ത് ചെയ്താൽ മതി, താടിയൊന്നും മടിക്കണം എന്നൊന്നുമില്ല. ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ ഗേൾ, ആസ് എ ലേഡി എന്ന് പറഞ്ഞ് ഞാൻ പെണ്ണായി. പിന്നെ സ്വീഡനിലോ ഡെൻമാർക്കിലോ കാനഡയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ത്രീകളെ ബാത്റൂമിലൊക്കെ പോവാം, ഡ്രസ്സായി പോവാം. നമ്മുടെ നാട്ടിൽ അത്രയും പുരോഗമിച്ചിട്ടില്ല, പുരോഗമനം വന്നുകൊണ്ടിരിക്കണുള്ളൂ. നമ്മുടെ നാട്ടിലെ അത്ര പുരോഗമനം ആയിട്ടില്ല. അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് സമൂഹം കൺസ്ട്രക്ട് ചെയ്തെടുത്തതാണ്. അത് നമ്മുടെ ചോയ്സ് ആണ്, ഇഷ്ടമുള്ള പോലെ മാറാം. അപ്പൊ ഇതല്ല അതിന്റെ ബേസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സെക്സ് ഈസ് ജെൻഡർ, സെക്സ് തന്നെയാണ് ജെൻഡർ. ഒരാൾക്ക് ഇനി ആണിന് പെണ്ണാവാനുള്ള ടെൻഡൻസി ഉണ്ടോ, പെണ്ണിന് ആണാവാനുള്ള ടെൻഡൻസി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഡീൽ ചെയ്യും? അതൊക്കെ വിശദമായിട്ട് നമുക്ക് നിങ്ങളെ ചോദ്യങ്ങളിലൂടെയൊക്കെ പോവാം. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയുന്നില്ല. മറ്റൊരു വിഷയം, ഇപ്പൊ LGBTQ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ലെസ്ബിയൻ, ഗേ എന്നുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അത് ഇപ്പോൾ പല ആളുകളും പുരോഗമനവാദികളൊക്കെ പറയണം അത് അവരുടെ തലച്ചോറല്ലേ, അവർക്ക് ആണുങ്ങളോടെ തോന്നുന്നുള്ളൂ, അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇസ്ലാം കാരുണ്യത്തിന്റെ മതമല്ലേ, അതൊന്ന് പരിഗണിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാം കാരുണ്യത്തിന് മാത്രം മതമല്ല, ഇസ്ലാം നീതിയുടെ കൂടി മതമാണ്. ഒരാൾക്ക് ക്ലപ്റ്റോമാനി ഉണ്ടെന്ന് സങ്കല്പിക്കുക, മോഷണം നടത്താനുള്ള ടെൻഡൻസി, അത് അയാളുടെ തലച്ചോറല്ല, അയാൾക്ക് അങ്ങനെ തോന്നി നമ്മൾ എന്താ ചെയ്യുക? അത് അയാളുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ പലതും നിയന്ത്രിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നിങ്ങളെ ശ്രദ്ധ ഒരു പുസ്തകത്തിലേക്ക് കൊണ്ടുവരാം. 1989 ഒരു പുസ്തകം എഴുതപ്പെട്ടു. കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ആഫ്റ്റർ ദി ബോൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടു. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു വെച്ചാൽ, അമേരിക്കയില് ഗേകളോട് വലിയ ഫോബി ഉണ്ട് ആളുകൾക്ക്. ആണുങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നതും സ്വർഗാനുരാഗികളോടും അമേരിക്കക്കാർക്ക് ഭയങ്കര ദേഷ്യം. അമേരിക്കക്കാരുടെ മനസ്സിൽ കൃത്യമായൊരു ദഅവത്ത് നടത്തുകയും ഒരു പ്രൊപ്പഗേഷൻ നടത്തുകയും ഒരു അജണ്ട പ്രൊപ്പഗണ്ട അഴിച്ചുവിടുകയും അങ്ങനെ എല്ലാ അമേരിക്കക്കാരും സ്വർഗാനുരാഗം പ്രശ്നമല്ലല്ലോ, അത് വളരെ നോർമലാണല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ അമേരിക്കക്കാരെ എത്തിക്കാം എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ ഒരു അജണ്ട. അതൊരു ഒരു 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 പ്ലാനാണ്. ഇത് എഴുതിയത് രണ്ടാളുകളാണ്. ഒന്നാമത്തെ ആളെ പേര് മാർഷൽ കിർക്ക്, അതുപോലെ രണ്ടാമത്തെ ആളെ പേര് ഹൺഡ്രഡ് മാഡ്സൺ. മാർഷൽ കിർക്ക് ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റ് ആണ്. ഹൺഡ്രഡ് മാഡ്സൺ ഒരു സോഷ്യൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. മാർഷൽ കിർക്ക് ന്യൂറോ സൈക്കോളജിസ്റ്റ് ആണ്. ഹൺഡ്രഡ് മാഡ്സൺ ഒരു സോഷ്യോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. മാർക്കറ്റിൽ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു പ്രൊഡക്റ്റ് വാല്യുബിൾ ആണ്, വാല്യുബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റിനെ എങ്ങനെ വാല്യുബിൾ ആണ് എന്ന് ചിന്തിപ്പിക്കാം, തോന്നിപ്പിക്കാം. വളരെ വാല്യുബിൾ ആയ ഒരു സാധനം വാല്യുബിൾ അല്ല എന്ന് എങ്ങനെ ചിന്തിപ്പിക്കാം, എങ്ങനെ പ്രൊപ്പഗണ്ട നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഹൺഡ്രഡ് മാഡ്സൺ. മാർഷൽ കിർക്കാണ് ഈ സൈക്കോളജിസ്റ്റാണ്. ആളുകൾക്ക് അറപ്പുള്ള ഒരു കാര്യത്തെ ഇത് കുഴപ്പമില്ലട്ടോ എന്ന് തോന്നിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള രണ്ടാളുകൾ. ഇവർ രണ്ടുപേരും ഈ പുസ്തകം തയ്യാറാക്കുകയും ഈ പുസ്തകത്തിൽ ഇവർ പറയുന്നത് നമ്മൾ മാക്സിമം അമേരിക്കക്കാരുടെ ഇടയിലേക്ക് പരസ്യങ്ങളിലൂടെ, സിലബസിലൂടെ, ഹിസ്റ്ററിക്കൽ ഫിഗേഴ്സ്, ചരിത്ര വ്യക്തിത്വങ്ങളുടെ സ്വഭാവമൊക്കെ അവരൊക്കെ ഹോമോകളായിരുന്നു, അവരൊക്കെ ഗേ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആളുകളുടെ മനസ്സിൽ ഗേ ആവുക എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണം. ഒരു ശരാശരി അമേരിക്കക്കാരന് ഷവർ കൂട്ടാം, പക്ഷെ അവൻ നനഞ്ഞിരിക്കും. അവരെഴുതിയതാണ്, അവനാകെ നനഞ്ഞിരിക്കും, പക്ഷെ അവന് ഷവർ കൂട്ടാം എന്നേ പറ്റുള്ളൂ, അല്ലാതെ ഈ കുളിയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ഗേ വളരെ നോർമലാണ്. ഇതിന്റെ നോർമലൈസേഷൻ എല്ലാ രംഗങ്ങളിലും വരികയും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത അവസ്ഥയിലേക്ക് ഓരോ അമേരിക്കക്കാരനെയും എത്തിക്കണം എന്ന അജണ്ട അടിസ്ഥാനത്തിലാണ് 1989 ആഫ്റ്റർ ദി ബോൾ എന്ന പുസ്തകം എഴുതപ്പെടുന്നത്.
അതൊക്കെ ഒരു തരംഗമായി. അതിനു വേണ്ടിയിട്ട് അവർ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അത് കോടതികൾ വ്യവഹാരം, അങ്ങനെ ശക്തമായ അജണ്ട മുൻനിർത്തി സാവധാനം ഒരു 2000 ആകുമ്പോഴേക്കും 1990കളുടെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും എല്ലാ അമേരിക്കക്കാരുടെ മനസ്സിലും ഇത് നോർമലാണ്, ഇതിനെ എതിർക്കാൻ ഈ പ്രശ്നമാണ് എന്ന അവസ്ഥയിലേക്ക് എത്തി. സോഷ്യൽ മീഡിയ വഴി, അതുപോലെ അങ്ങനെ പല 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 കാര്യങ്ങൾ പുസ്തകം വായിച്ചാൽ നമുക്ക് വിശദമായിട്ട്. പിന്നീട് അമേരിക്കയിൽ നിന്നും മറ്റു പലയിടത്തേക്കും സമാനമായിട്ട് മറ്റു പലയിടത്തേക്കും പടരുകയും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. നിഷ്കളങ്കരായ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഇത് ഏറ്റെടുക്കുന്നു, വലിയൊരു സംഭവമായിട്ട് ഇത് ഏറ്റെടുക്കുന്നു. അപ്പൊ ഇവരുടെ വാദം പ്രകൃതിയിൽ ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി ആവാം. അതുപോലെ ഹോമോ ജീനുകളുണ്ട്, അതുകൊണ്ട് ഇതല്ലാതെ വേറെ വഴിയില്ല. ഒരാൾ കറുത്തതായത് അയാളുടെ തെറ്റല്ല, ഒരാൾ വെളുത്തതായതും അയാളുടെ തെറ്റല്ല, അതുകൊണ്ട് എന്താവാം. അതുപോലെ തന്നെ ഒരാൾക്ക് ആണുങ്ങളോടെ തോന്നുന്നുള്ളൂ എന്നുള്ളത് അയാളുടെ തെറ്റല്ല. അതാണ് ഇവരുടെ സമീകരണം. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നറിയാം. പ്രകൃതിയിൽ മുള്ളംപന്നി, ഒരു തരം മുള്ളംപന്നിയുണ്ട്. ആ മുള്ളംപന്നി മെയ്റ്റ് ചെയ്യുന്നത്, അത് ഇണ ചേരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആൺമുള്ളൻ പന്നി പെൺമുള്ളൻ പന്നിയുടെ മേൽ മൂത്രമൊഴിക്കും. പെൺമുള്ളൻ പന്നി ശരീരം കുടഞ്ഞ് അവിടുന്ന് പോവുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ മെയ്റ്റിങ്ങിന് റെഡിയല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അവൾ അവിടെ തന്നെ നിൽക്കുക എന്നുണ്ടെങ്കിൽ അവൾ മെയ്റ്റിങ്ങിന് റെഡിയാണ്. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പ്രകൃതിയിൽ പലതുണ്ട് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു പുൽച്ചാടിയുണ്ട്, പ്രൈം മന്തീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പുൽച്ചാടി. ഈ പുൽച്ചാടിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇണചേരൽ കഴിയുമ്പോഴേക്കും ഈ പെൺ പുൽച്ചാടി ആൺ പുൽച്ചാടിയെ വിഴുങ്ങിയിട്ടുണ്ടാവും. പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നായ ഇണചേരും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ നായ ഇണ ചേർന്നിട്ടില്ലെങ്കിലും ചിലപ്പോൾ വല്ല മരത്തിലോ കല്ലുമിലൊക്കെ പോയിട്ട് നായ ചിലപ്പോൾ മൗണ്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ പ്രകൃതിയിൽ പല കാര്യങ്ങൾ നടക്കും. പ്രകൃതിയിൽ നടക്കുന്നത് മുഴുവൻ മനുഷ്യന് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പൊ പ്രകൃതിയിൽ നടക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനുള്ള ന്യായമല്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ തലച്ചോറ്, അവരുടെ ജീൻ അങ്ങനെയാണ്, അങ്ങനെയാണ് അവർ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവർക്ക് ആണുങ്ങളല്ലാതെ പറ്റൂല എന്നുള്ളതാണ്. ശരിക്കും അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. 1980കളിൽ ഡീൻ ഹാമർ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ പറഞ്ഞത് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കയിലെ NCI എന്ന് പറഞ്ഞ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പഠനം നടത്തുകയും എന്നിട്ട് പിന്നെ ഗേ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്, ഒരാളെ ഗേ ആക്കി കളയുന്ന ഒരു ജീനുണ്ട് എന്നൊക്കെ വാദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഡീൻ ഹാമർ ഹിംസെൽഫ് വാസ് എ ഹോമോസെക്ഷൽ. മാത്രമല്ല അയാൾ കുറെ ഡാറ്റകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഈ കൺക്ലൂഷനിൽ എത്തിയത് എന്ന് പിന്നീട് കണ്ടെത്തുകയും അങ്ങനെ ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ. പിന്നെ അതിനുശേഷം ഒരുപാട് 10,000 ആളുകളുടെ 1.5 ലക്ഷം ആളുകളെ തോന്നുന്നു ആളുകളുടെ സാമ്പിൾ ഒരുമിച്ച് കൂട്ടി മറ്റൊരു പഠനം നടന്നു. നടത്തിയ ആളുടെ പേര് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സമയത്ത് എപ്പോഴും പറയാം, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞത് ദർ ഈസ് നോട്ട് എ ഗേ ജീൻ. ഒരാളെ ഗേ ആക്കി കളയുന്ന ഒരു ജീൻ ഇല്ല. മറിച്ച് എന്താ ഉള്ളൂ, മനുഷ്യന്റെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പിന്നെ പല കാരണങ്ങളാൽ രൂപപ്പെടുന്നതാണ്. കുറച്ച് ജീനും കുറച്ച് സാമൂഹിക സാഹചര്യങ്ങളും അതിലൂടെയൊക്കെ രൂപപ്പെടുന്നതാണ്. അപ്പോൾ ഒരു പഠനം വന്നിരുന്നു, ജയിലിൽ സ്ഥിരമായിട്ട് കഴിയുന്ന ആണുങ്ങൾക്ക് പരസ്പരം സെക്ഷലി അട്രാക്റ്റഡ് ആവുന്ന ചില ആളുകളുണ്ട്. കാരണം അവർ സ്ത്രീകളെ കാണുന്നില്ല. അങ്ങനെയുള്ള ഹോമോസോഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ മനുഷ്യന്റെ സെക്ഷുവാലിറ്റി രൂപപ്പെടാം. മറ്റു പല സാഹചര്യങ്ങളിലൂടെയും മനുഷ്യന്റെ സെക്ഷുവാലിറ്റി രൂപപ്പെടാം. ഒരാളുടെ സെക്ഷൽ ഓറിയന്റേഷനെ നിർണ്ണയിക്കുന്നത് അയാളുടെ ജീൻ മാത്രമല്ല എന്നുള്ളതാണ് നിലവിൽ ശാസ്ത്രത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരാളെ ഗേ ആക്കി കളയുന്ന ഒരു ജീൻ ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ കണ്ടെത്തൂല എന്നൊക്കെ തന്നെ നമ്മൾ അങ്ങനെ കണ്ടെത്തുമായിരുന്നെങ്കിൽ, അങ്ങനെയാണ് അത്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ കാലാവസ്ഥക്കും മറ്റു സോഷ്യൽ എലമെന്റ്സിനും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മോട് കൽപ്പിക്കപ്പെടുമായിരുന്നില്ല ചില സെക്ഷൽ ആക്ടുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ചില സെക്ഷൽ ആക്ടുകളിൽ കേന്ദ്രീകരിക്കാനും. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ വഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ എന്ന് നമ്മോട് കൽപ്പിക്കപ്പെടുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ട് മാത്രമാണ്. ഈ ആക്ട് വേണമെന്ന് വെക്കാനും വേണ്ട എന്ന് വെക്കാനും മനുഷ്യർക്ക് സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതിന് മറ്റൊരു തെളിവ് എന്താ വെച്ചാൽ ലോകത്ത് ഗേ ബൈ ചോയ്സ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗേ ബൈ ചോയ്സ് മൂവ്മെന്റുകൾ, അതായത് കഴിഞ്ഞ 4 വർഷം ഞാൻ ഗേ ആയിട്ട് ജീവിച്ചതാണ്, പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അയാളുടെ ജീൻ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. അതുപോലെ സയാമീസ് ഇരട്ടകൾ, ഐഡന്റിക്കൽ ട്വിൻസ്, അവരിൽ ഒരാൾ ഗേ ആണ്, മറ്റാൾ ഗേ അല്ല. അതിന്റെ അർത്ഥം എന്താ, അത് അയാളുടെ തെരഞ്ഞെടുപ്പാണ്. അതല്ലാതെ വേറൊന്നും അയാൾക്ക് ആവാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് അയാൾ അങ്ങനെ ആയതല്ല.
ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗേയുടെ വിഷയത്തിലും ലെസ്ബിയന്റെ വിഷയത്തിലും ഇതേപോലെയാണ്. പിന്നെ എന്തുകൊണ്ട് വെസ്റ്റ് അല്ലെങ്കിൽ പുരോഗമനവാദികൾ ഇതിനെ കൊണ്ടാടുന്നത് വെച്ചാൽ, പുരോഗമനവാദ പ്രകാരം മനുഷ്യന്റെ ചോയ്സിനാണ് ഏറ്റവും പ്രധാനം. മനുഷ്യന്റെ ചോയ്സ്, അതിനെ ആഘോഷിക്കുക, താൽക്കാലികമുള്ള രസങ്ങളിൽ മനുഷ്യനെ തളച്ചിടുക, ആത്യന്തികമായ സന്തോഷങ്ങളിലേക്കും പിന്നെ സാറ്റിസ്ഫാക്ഷനിലേക്കും മനുഷ്യനെ എത്താതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു വേൾഡ് വ്യൂ. അങ്ങനെയാണല്ലോ. ഇപ്പോൾ കുടുംബം തകരാനുള്ള അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പോൾ ഈ കൂട്ടത്തിലിരിക്കണ അല്ലെങ്കിൽ നമ്മുടെ ആരുടെങ്കിലും പാപ്പ നമ്മളെ അമ്മാനോട് പറയണേ, അന്നെ എനിക്ക് വേണ്ട മടുത്തു, ഞാൻ വേറൊരാളെ കൂടെ പോവാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അതിലിടപെടുമോ? പുരോഗമനവാദികൾ അതിലിടുക. അത് സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കൂലേ? ഒരു കൗമാരക്കാരനും ഒരു കൗമാരിക്കാരിക്കും ഒരു +2-ലോ ഡിഗ്രിയിലോ വെച്ച് ആ പ്രായത്തിൽ ഒരു സെക്ഷൽ അട്രാക്ഷനോ അഫയറോ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് കൊടുക്കേണ്ട ഓറിയന്റേഷൻ എന്താ? സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം. ഈ പ്രായത്തിൽ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, അവർ തെറ്റല്ല, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണത്. ഇതിനെ മറികടക്കാൻ ശീലിക്കുകയാണ് മനുഷ്യ ജീവിതത്തിന് ആവശ്യം. ഇങ്ങനെ പല ആ ഒരു ഓറിയന്റേഷനാണ് കൊടുക്കും. പക്ഷെ പുരോഗമനവാദികൾ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്യുക. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ ആ കുട്ടികളുടെ പഠനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും അവർക്കൊരു വേവലാതിയില്ല. നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ലിബറൽ ഡെമോക്രസി ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അടിസ്ഥാനപരമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങളും സംശയങ്ങളൊക്കെ അടുത്ത ഘട്ടങ്ങളിൽ ചോദിക്കാം. മനസ്സിലാവും.